നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് 10+2 അടിസ്ഥാന യോഗ്യതയില്ലാത്ത നിലവിൽ പ്രീ സ്കൂൾ അധ്യാപകരായി ജോലി ചെയ്യുന്നവർക്ക് താഴെ പറയുന്ന ഏത് കോഴ്സാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? ഓപ്ഷൻസ് എ 6 മാസ സർട്ടിഫിക്കറ്റ് കോഴ്സ്, ബി 1 വർഷ ഡിപ്ലോമ കോഴ്സ്, സി 2 വർഷ ഡിപ്ലോമ കോഴ്സ്, ഡി 1 വർഷ സർട്ടിഫിക്കറ്റ് കോഴ്സ്. ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്, 1 വർഷ ഡിപ്ലോമ കോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഏത് വകുപ്പിന് കീഴിലാണ് കിൻഡർ ഗാർട്ടൻ വിദ്യാലയങ്ങൾ നിലവിലുള്ളത്? ഓപ്ഷൻസ് എ പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ബി വനിതാ ശിശു വികസന വകുപ്പ്, സി സാമൂഹ്യ നീതി വകുപ്പ്, ഡി പട്ടികവർഗ വികസന വകുപ്പ്. ആൻസർ ഡി ആണ്, പട്ടികവർഗ വികസന വകുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ സർക്കാർ അംഗീകൃത പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അധ്യാപകർക്കായി പ്രസിദ്ധീകരിച്ച സോഴ്സ് ബുക്ക് ഏതാണ്? ഓപ്ഷൻ സി കളിപ്പാട്ടം, ബി കളിത്തോണി, സി അങ്കണത്തൈമാവ്, ഡി പ്രീ സ്കൂൾ കരിക്കുലം. ആൻസർ എ ആണ്, കളിപ്പാട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? ഓപ്ഷൻസ് എ 1986 ഏപ്രിൽ 1, ബി 1991 ഏപ്രിൽ 1, സി 2009 ഏപ്രിൽ 1, ഡി 2010 ഏപ്രിൽ 1. ആൻസർ ഡി 2010 ഏപ്രിൽ 1. അടുത്ത ക്വസ്റ്റ്യൻ, 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത്? ഓപ്ഷൻസ് എ കോതാരി കമ്മീഷൻ, ബി മുതലിയാർ കമ്മീഷൻ, സി രാധാകൃഷ്ണൻ കമ്മീഷൻ, ഡി ഹണ്ടർ കമ്മീഷൻ. ആൻസർ ഏതാണ്? ആൻസർ എ ആണ്, കോതാരി കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, 1835 മെക്കാളെ മിനിറ്റ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ രേഖയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ ഇന്ത്യൻ നാട്ടുഭാഷകളെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പദങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കുക, ബി ഓരോ പ്രദേശത്തെയും പഠന മാധ്യമം അവരവരുടെ മാതൃഭാഷയിലാക്കുക, സി ഇന്ത്യക്കാരുടെ യൂറോപ്യൻ സാഹിത്യവും ശാസ്ത്രവും പ്രചരിപ്പിക്കണം, ഡി ഇന്ത്യയിലെയും അറേബ്യയിലെയും സകല സാഹിത്യത്തെക്കാളും വിലമതിക്കപ്പെട്ടതാണ് ഒരു അലമാരിയിൽ ഒതുങ്ങുന്ന യൂറോപ്യൻ സാഹിത്യം. ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്, ഓരോ പ്രദേശത്തെയും പഠന മാധ്യമം അവരവരുടെ മാതൃഭാഷയിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പാണ് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസത്തെ പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻസ് എ 21-ാം വകുപ്പ്, ബി 28-ാം വകുപ്പ്, സി 45-ാം വകുപ്പ്, ഡി 46-ാം വകുപ്പ്. ആൻസർ സി 45-ാം വകുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വിദ്യാഭ്യാസ നയരേഖ 2020 പ്രകാരം 8 വയസ്സ് വരെയുള്ള ഫൗണ്ടേഷൻ കാലഘട്ടത്തിൽ പ്രീ സ്കൂൾ പഠനകാലം എത്ര വർഷമാണ്? ഓപ്ഷൻസ് എ 1 വർഷം, ബി 2 വർഷം, സി 3 വർഷം, ഡി 4 വർഷം. ആൻസർ ഏതാണ്? ആൻസർ സി ആണ്, 3 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാചീന ഭാരതത്തിലെ ഒരു വിദ്യാ കേന്ദ്രം? ഓപ്ഷൻസ് എ തക്ഷശില, ഉജ്ജയിനി, എല്ലോറ, മുസിരിസ്. ആൻസർ എ ആണ്, തക്ഷശില. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയിലെ 42-ാം ഭേദഗതി വരുന്നതിന് മുമ്പ് വിദ്യാഭ്യാസം ഏത് ഏജൻസി കൈകാര്യം ചെയ്യേണ്ട വിഷയമായിരുന്നു? ഓപ്ഷൻസ് എ കേന്ദ്ര സർക്കാർ, ബി സംസ്ഥാന സർക്കാർ, സി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, ഡി സവിശേഷ ഏജൻസികൾ. ആൻസർ ബി ആണ്, സംസ്ഥാന സർക്കാർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായത് എപ്പോഴാണ്? ഓപ്ഷൻസ് എ 1964, ബി 1968, സി 1986, ഡി 2020. ആൻസർ ബി ആണ്, 1968. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രെഡറിക് ആഗസ്റ്റ് ഫ്രോബൽ ഏത് ദാർശനിക സൈദ്ധാന്തിക വക്താവാണ്? ഓപ്ഷൻസ് എ ആശയവാദം, ബി പ്രയോഗവാദം, സി പ്രകൃതിവാദം, ഡി മാനവികവാദം. ആൻസർ എ ആണ്, ആശയവാദം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യൻ 2 ലോകങ്ങളിൽ ഉൾപ്പെട്ടവനാണ്. ഒരെണ്ണം ബാഹ്യമാണ്, ഒരെണ്ണം ആന്തരികവും.
ആന്തരികമായ മാനവശേഷികളെ സംസ്കരിച്ചെടുക്കലാണ് വിദ്യാഭ്യാസം. ഇത് ആരുടെ ആശയമാണ്? ഓപ്ഷൻസ് എ സ്വാമി വിവേകാനന്ദൻ, ബി മഹാത്മാഗാന്ധി, സി അരവിന്ദോ, ഡി രവീന്ദ്രനാഥ് ടാഗോർ. ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്, രവീന്ദ്രനാഥ് ടാഗോർ. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ECCE പോളിസി പ്രഖ്യാപിച്ച വർഷം. ഓപ്ഷൻസ് എ 2011, ബി 2013, സി 2015, ഡി 2020. ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്, 2013. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടി ലോകത്തെ കാണുന്നത് സമഗ്രമാണ് എന്ന കാഴ്ചപ്പാട് ഏത് വിധത്തിലാണ് ആധുനിക പ്രീ സ്കൂൾ ക്ലാസ് മുറിയിൽ പ്രാവർത്തികമാക്കുന്നത്? ഓപ്ഷൻസ് എ വിവിധ തീമുകളിലൂടെയുള്ള പഠന പ്രവർത്തനങ്ങളിലൂടെ, ബി ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളിലൂടെ, സി ഭാഷയും ഗണിതവും സവിശേഷമായി പഠിപ്പിച്ചുകൊണ്ട്, ഡി പരീക്ഷകൾ നടത്തിക്കൊണ്ട്. ആൻസർ ഏതാണ്? ആൻസർ എ വിവിധ തീമുകളിലൂടെയുള്ള പഠന പ്രവർത്തനങ്ങളിലൂടെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധിജിയുടെ വാക്യങ്ങൾ ഏതാണ്? ഓപ്ഷൻസ് എ അപകടകരമായ സ്വാതന്ത്ര്യത്തെയാണ് ഞാൻ ശാന്തമായ അടിമത്തത്തേക്കാൾ വിലമതിക്കുന്നത്, ബി ജനിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും എല്ലാ നന്മകളോടും കൂടിയാണ് ജനിക്കുന്നത്, സമൂഹമാണ് അവരെ ചീത്തയാക്കുന്നത്, സി വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്, ഡി ഇരുട്ട് നിറഞ്ഞൊരു ഗുഹ പോലെയാണ് ഈ ഭൗതിക ലോകം. ആൻസർ ഏതാണ്? ആൻസർ സി ആണ്, വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ അധ്യാപക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുള്ള സ്ഥാപനം. ഏതാണ് സ്ഥാപനം? ഓപ്ഷൻസ് എ RIE, ബി NCTE, സി NCERT, ഡി IASE. ആൻസർ ബി ആണ്, അധ്യാപകൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരമാണ് NCTE. അടുത്ത ക്വസ്റ്റ്യൻ, അധ്യാപക പരിശീലനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനം. ഓപ്ഷൻസ് എ SCERT, NCTE, ഡയറ്റ്, NCERT. ഏതായിരിക്കും ആൻസർ? ആൻസർ ഡി ആണ്, NCERT. അടുത്തത്, വിമർശനാവബോധം സൃഷ്ടിക്കലും അതുവഴി വിമോചനം നേടലുമാണ് വിദ്യാഭ്യാസ ലക്ഷ്യം എന്ന് പ്രസ്താവിച്ചത്. ഓപ്ഷൻസ് എ മരിയ മോണ്ടിസോറി, ബി പൗലോ ഫ്രയർ, സി ജോൺ ഡ്യൂയി, ഡി ജോൺ ഹെൻറി പെസ്ലോസി. ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്, പൗലോ ഫ്രയർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീ സ്കൂൾ കുട്ടികളെ വിലയിരുത്തുന്നതിൽ സ്വീകരിക്കപ്പെടേണ്ടാത്ത രീതി. ഓപ്ഷൻസ് എ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കൽ, ബി ഉൽപ്പന്നങ്ങൾ വിലയിരുത്തൽ, സി എഴുത്തു പരീക്ഷ, ഡി സംഭാഷണങ്ങളിലൂടെയുള്ള വിലയിരുത്തൽ. ആൻസർ സി ആണ്, എഴുത്തു പരീക്ഷ.